ചെമ്പനിപ്പൂ സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സച്ചി സുധിയെ ജോലി ഇല്ലാത്തതിന്റെ പേരിൽ ഭയങ്കരമായിട്ട് കളിയാക്കുകയാണ്. ഇതെല്ലാം കേട്ട് സഹിക്കാൻ പോലും പറ്റാതെ നമ്മുടെ സുധി ആണെങ്കിൽ ഭക്ഷണം കഴിക്കാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാം. ബാക്കി വിശേഷങ്ങൾ നോക്കാം. ശ്രുതി റൂമിലെത്തിയതിനു ശേഷം നിങ്ങളുടെ അനിയനെ എന്തിന്റെ സൂക്കേടാന്നുള്ള കാര്യം ചോദിക്കുകയാണെ. ജോലിയില്ലെന്ന് കരുതിയിട്ട് അവൻ അവന്റെ ഇഷ്ടത്തിന് സംസാരിക്കും. അത് വിട് ശ്രുതി, അവൻ അവസരം മുതലെടുത്തിട്ട് എന്നെ കളിയാക്കുവാണ്. ചെറുപ്പം മുതലേ അവൻ ഇങ്ങനെ തന്നെയാണ്. അവനേക്കാൾ നല്ല ടാലന്റ് ഉണ്ടല്ലോ എനിക്ക്, അതുകൊണ്ട് അവന് എന്നോട് അസൂയാണ്. ഇതുപോലെ എന്തെങ്കിലും കാരണം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ മനഃപൂർവ്വം എന്നെ കളിയാക്കും എന്ന് കരുതിയിട്ട് എന്തും സംസാരിക്കോ. സുധീരുടെ അടുത്ത് അയൺ കടയൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറയും. എനിക്ക് വന്ന ദേഷ്യത്തിനുണ്ടല്ലോ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ, പക്ഷേ എനിക്ക് അവരെ മാതിരി മര്യാദയില്ല സംസാരിക്കാൻ അറിയില്ല. നീ ടെൻഷൻ ആവാതെ ശ്രുതി, അവൻ പറഞ്ഞത് നിനക്ക് നന്നായിട്ട് ഹേർട്ട് ആയിട്ടുണ്ടാവും. സോറി, അവന് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഞാൻ കൊടുക്കാൻ പാടില്ലായിരുന്നു. ഞാൻ നല്ലപോലെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം നിനക്ക് വരില്ലായിരുന്നു. ഞാനതെല്ലാം സഹിക്കും, കാരണം അവൻ എന്റെ കൂടെ പിറന്ന തമ്പിയായി പോയില്ലേ. എന്നാ നിനക്കിതൊക്കെ താങ്ങാൻ വേണ്ടി കഴിയോ? വീട് സുധി, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. എനിക്ക് അയാളെ കുറിച്ച് സംസാരിക്കുന്ന കേൾക്കുമ്പോഴേ ദേഷ്യം വരുന്നു. ആ രേവതി വരെ ചിരിച്ച് രസിച്ചു. ഇവർക്കൊന്നും മറുപടി കൊടുക്കേണ്ടത് നമ്മുടെ വായ കൊണ്ടല്ല. ശ്രുതിക്ക് ഒരു ജോലി കിട്ടിയാൽ മതി. എനിക്കറിയാം ശ്രുതി, പക്ഷേ എന്റെ പഠിപ്പിനും പദവിക്കും അനുസരിച്ചുള്ള ജോലി കിട്ടണ്ടേ. സുധി, നമുക്ക് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ജോലി കിട്ടുക എന്നുള്ള കാര്യം പറയുന്നത് അത്ര ഈസിയല്ല. ഞാനാണെങ്കിൽ ഇപ്പൊ പാർലറിൽ ജോലി ചെയ്യുന്നു. നീ ജോലി ചെയ്യുന്നോ? നീ ഓണർ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അതെ, പക്ഷെ ഞാൻ ക്ലയൻസിനെ അറ്റൻഡ് ചെയ്തില്ലേ. ഇതിനു മുമ്പ് വീട്ടിൽ കയറി ഇറങ്ങിയിട്ട് തെറാപ്പി ചെയ്തുകൊണ്ടിരുന്നു. ചില പേരൊക്കെ എന്റെ അടുത്ത് അപമര്യാദയായിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ സഹിച്ചിട്ട് ഞാൻ ജോലിക്ക് പോകുന്നില്ലേ. അതുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ ഇഷ്ടത്തിന് സ്വന്തമായിട്ട് പാർലർ നടത്താൻ വേണ്ടി പറ്റുന്നത്. നീ നിന്റെ ഇഷ്ടത്തിനുള്ള ജോലിക്ക് പോകുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും നീ ഇതുപോലെ സച്ചിയുടെ മുമ്പിൽ നാണം കെടേണ്ടി വരും. ശ്രുതി, ഇന്നെങ്കിലും നീ എങ്ങനെയെങ്കിലും ഒരു ജോലിയായിട്ട് വന്നാൽ മതി. അതെങ്ങനെ ശ്രുതി, ഒറ്റ ദിവസം കൊണ്ട് ജോലി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തിയേ പറ്റൂ. എല്ലാ ദിവസവും ഇങ്ങനെ അപമാനപ്പെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. ശ്രുതി ഇൻസൾട്ട് ആയിട്ട് നിൽക്കുന്നത് എനിക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഇന്ന് ശ്രുതി വരുമ്പോ കയ്യിലൊരു ജോലി ഉണ്ടായിരിക്കണം. ഇത് റിക്വസ്റ്റ് ആയിട്ട് എടുത്താലും കുഴപ്പമില്ല, ഓർഡർ ആയിട്ട് എടുത്താലും കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും എടുത്തോ. പക്ഷെ ഇന്ന് വൈകുന്നേരം ജോലിയോട് കൂടി തന്നെ വരണം. സോറി ശ്രുതി, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇന്ന് ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഒരു ജോലിയോട് കൂടിയിട്ട് തന്നെ വരൂ. ആരുടെ മുമ്പിലും ശ്രുതിയെ തലകുനിച്ച് നിർത്തില്ല. ഞാൻ വരാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണേ. അത് കഴിഞ്ഞ് ശ്രുതി ഇങ്ങനെ റോഡിൽ കൂടെ നടന്നു പോകുന്നതാണ് കാണിക്കുന്നത്. എവിടെ ചെന്ന് കഴിഞ്ഞാലും ഓവർ ക്വാളിഫൈഡ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഓവറായിട്ട് പഠിച്ചത് എനിക്ക് തന്നെ വിനയായ അവസ്ഥയാണ്. ആരും എനിക്ക് ജോലിയും തരുന്നില്ല. ജോലി ഇല്ലാതാണെങ്കിൽ ഇന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നടക്കുവാണേ. നടന്നു പോകുന്ന സമയത്താണ് ഒരു ഹോട്ടലിന് മുമ്പിൽ ഒരു ബോർഡ് കാണുന്നത്. ജോലിക്കാരെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ആ ബോർഡ് വായിച്ചതിന് ശേഷം ശ്രുതി പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ ഓർക്കുന്നത്. വൈകുന്നേരം വരുന്ന സമയത്ത് ജോലിയായിട്ട് വരണം. അത് ഓർഡർ ആയിട്ട് എടുത്താലും കുഴപ്പമില്ല, റിക്വസ്റ്റ് ആയിട്ട് എടുത്താലും കുഴപ്പമില്ല, ജോലി ഉണ്ടാവണം തിരികെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞതിനെ കുറിച്ച്. എന്നിട്ട് ഷർട്ടൊക്കെ ഔട്ട്സൈഡ് ചെയ്തിട്ട് നേരെ ഹോട്ടലിനുള്ളിലേക്ക് കയറി ചെല്ലുവാണേ. അവിടുത്തെ ആൾ കണ്ടുടനത്തിന് എത്ര പേരുണ്ടെന്ന് ചോദിക്കുകയാണ്. സർ, ഞാൻ ഒരാൾ മാത്രമാണ്. എന്നാൽ ആ ടേബിളിൽ ഇരുന്നോളൂ എന്ന് പറയുന്നുണ്ട്. സർ, ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതല്ല, ജോലിക്ക് വേണ്ടി വന്നതാണ്. പുറത്ത് ബോർഡ് കണ്ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അടിമുടി ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്കാണോ ജോലി എന്ന് ചോദിക്കുന്നുണ്ടേ. അതെ സർ, എനിക്ക് തന്നെയാണ്. നിങ്ങൾക്ക് മുമ്പ് ഹോട്ടലിൽ നിന്ന് ശീലമുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സർ, ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് ശീലമുണ്ട്. ആഹാ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയറോപ്ലെയിനിൽ കയറിയിട്ട് ശീലമുള്ള ആൾക്കാർക്ക് ഒരിക്കലും എയറോപ്ലെയിൻ ഓടിക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. എന്താണെന്നുണ്ടെങ്കിൽ മുൻപരിചയം വേണമെന്നൊക്കെ പറയുന്നുണ്ട്. സർ, ഇവിടെ എന്താണ് ജോലി വേക്കൻസി ഇല്ലെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സപ്ലയറുടെയും അതുപോലെ ഓർഡർ ടേക്കറിന്റെയും ആണെന്ന് പറയുകയാണേ. സപ്ലയർ എന്ന് പറയുമ്പോൾ സാർ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് അതുപോലും അറിയില്ല അല്ലേ. കിച്ചണിൽ നിന്ന് ഫുഡ് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കണം ആൾക്കാർക്ക്. ഓ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയൊക്കെ വേണ്ടി വരും. അത് താ ഇത് താന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു പറയണേ. ആ അതെ എന്ന് പറയണേ. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ സാർ എന്ത് ജോലിയാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഓർഡർ എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഓർഡർ എടുക്കുക. അതാകുമ്പോൾ ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് എഴുതിയാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. സാർ, ഇവിടുത്തെ ടൈമിംഗ് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ 10 മണി മുതൽ വൈകുന്നേരം 10 മണി വരെ എന്ന് പറയണേ. ഇത്രയും നേരം ആ ഹോട്ടൽ ഓപ്പൺ ആയത് മുതൽ ക്ലോസ് ചെയ്യുന്നവരെ നിൽക്കണം എന്ന് പറയണേ. ആ ശരിയാണ്. സർ, എത്ര സാലറി തരും എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് നിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നീ ഇവിടെ ജോലിക്ക് വന്ന പോലെ അല്ലല്ലോ, എനിക്ക് ജോലിയാക്കുന്നത് പോലെ ഉണ്ടല്ലോ. നിനക്കിപ്പോൾ ജോലി വേണോ വേണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേണം സർ. സപ്ലയറായിട്ട് നിൽക്കുമോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. സർ, അത് വേണ്ട, ഞാൻ ഓർഡർ എടുക്കുന്ന ജോലി ചെയ്യാം. ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ രാവിലെ ഷാർപ്പ് 10 മണിക്ക് വരണം. പിന്നെ ലഞ്ച് ബ്രേക്ക് 20 മിനിറ്റ്സ് ഉണ്ടാവും. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ആൾക്കാർ വരുന്ന സമയത്ത് ഓർഡർ എടുക്കണം. പിന്നെ പുറത്ത് പോകുന്നവരും കഴിയുന്നവരൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കലൊന്നും നടക്കില്ല. അപ്പോഴേക്കും സാർ എന്താ ഇത്രയും ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നൊക്കെ ചോദിക്കുകയാണെ. അപ്പോൾ സാർ, സാലറി എത്രയാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ആദ്യം നീ ജോലിക്ക് ചേര്. 4 ദിവസം നീ എങ്ങനെ ജോലി ചെയ്യുന്നുള്ള കാര്യം നോക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം ശമ്പളത്തെ കുറിച്ച് പറയും. നിന്നെ കണ്ടു കഴിഞ്ഞാൽ വലിയ വീട്ടിലെ പയ്യനാണെന്നുള്ള കാര്യം തോന്നുന്നല്ലോ, ഒരുപാട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെ. അതെന്താ സാർ അങ്ങനെ ചോദിക്കുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ
നിൽക്കുമ്പോൾ ഒരുപാട് പഠിച്ചിട്ട് ജോലിയൊന്നും കിട്ടാതെ ആൾക്കാർ വന്നിട്ട് ഇവിടെ ജോലിക്ക് ചേരും. പക്ഷെ 2 ദിവസം കഴിയുമ്പോഴേക്കും ഓടിപ്പോകും. പഠിച്ചവരെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ചോദിച്ചത് നീ എത്ര വരെ പഠിച്ചു എന്നുള്ള കാര്യം. സർ ഞാൻ 10th പാസ്സാന്ന് പറയാണേ. ഓ അത്രേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ നീ ജോലിക്ക് ചേർന്നോ എന്ന് പറയുന്നുണ്ട്. സാർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ മുതൽ ജോലിക്ക് വരാമെന്ന് പറയുന്നുണ്ട്. അതെന്തിനാണ്, നീ ഇപ്പൊ ജോലിക്ക് ചേർന്നില്ലേ, ഇപ്പൊ തന്നെ അങ്ങ് ജോലി ചെയ്യാൻ തുടങ്ങും. ഉള്ളിലിരിക്കുന്ന ആള് പറയും എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഈവനിങ്ങിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വരും, നല്ല ജോലി തിരക്കുണ്ടാവും, നീ പോയിട്ട് ജോലി ചെയ്യാൻ നോക്ക്. എന്നിട്ട് അദ്ദേഹം മെനു എടുത്തിട്ട് സുധീരെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. തുടർന്ന് നമ്മുടെ സച്ചി വീട്ടിലേക്ക് വരുവാണ് കേട്ടോ. രേവതി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. നീ എന്താ രേവതി ഇവിടെ നിൽക്കുന്നത്, കടയിൽ പോവാതെ? അല്ല, വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനുണ്ട്, പിന്നെ മാവ് അരയ്ക്കാനൊക്കെ ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ അത് വേറെ ആരുടെങ്കിലും ഏൽപ്പിക്കണ്ടേ, താഴെ കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യില്ലേ? ഇല്ല സച്ചേട്ടാ, ഈ സമയത്ത് ആരും വരില്ല, ഞാൻ മാവ് അരച്ചിട്ട് താഴെ പോയിക്കോളാം, നിനക്ക് ഞാൻ പോയിട്ട് ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് അതൊന്നും വേണ്ട. ഇല്ല, ഞാനിപ്പം സവാരി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പോകുന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുവരെ ഞാൻ പോയിട്ട് കടയിൽ നിൽക്കട്ടെ. നിങ്ങൾ കടയിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ്? കടയിൽ ആരെങ്കിലും മാല ചോദിച്ചു വന്നു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കും. പൂ ചോദിച്ചു വന്നാലോ അളന്ന് കൊടുക്കും. നിങ്ങൾ ഏത് കൈക്കാണ് മുളം അളന്ന് കൊടുക്കുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെ വന്ന് ചോദിക്കുന്നവരുടെ കൈക്ക് മുളം അളന്ന് കൊടുക്കാൻ പറ്റുമോ? എൻ്റെ കൈക്ക്. എന്നിട്ട് കൈ നീട്ടാൻ വേണ്ടി പറയുന്നുണ്ട്. സച്ചിയുടെ കൈയും അതുപോലെ രേവതിയുടെ കൈയും ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ്. കണ്ടല്ലോ, എൻ്റെ കൈക്ക് 1 മുളം എന്ന് പറയുന്നത് നിങ്ങളുടെ കൈക്ക് 1.5 മുളമാണ്. നിങ്ങൾ ഇങ്ങനെ പൂ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂ കാലിയാവും, കാശ് മൊത്തം നഷ്ടത്തിലാവുന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഓ, ഇതിൽ ഇങ്ങനൊരു കണക്കുണ്ടോ? എന്തായാലും എൻ്റെ കൈ കൊണ്ട് വേണ്ട രേവതി. നമ്മുടെ കൈ കാർ ഓടിക്കുന്നതും നിന്റേതാണ് മുളം അളക്കുന്നതും. കസ്റ്റമേഴ്സ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. നീ പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് കടയിലേക്ക് പോ. അങ്ങനെ അവിടെ സച്ചി നിൽക്കുന്ന സമയത്താണ് സുധി ഒരു കയ്യിലൊരു കവറൊക്കെ പിടിച്ച് കയറി വരുന്നത്. ഓഹോ, ഓഫീസിൽ നിന്ന് നേരത്തെ എത്തിയോ? ഇന്നെന്താ പാർക്ക് നേരത്തെ ക്ലോസ് ചെയ്തോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സച്ചിക്ക് മറുപടി ഒന്നും കൊടുക്കാണ്ട് ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണേ. അത് കഴിഞ്ഞ് അമ്മയെ അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എല്ലാരും വിളിക്കുന്നുണ്ടോടാ, നീ എന്താ എന്നെ വിളിക്കാത്തെന്ന് ചോദിക്കും. ആദ്യം ഈ വിഷയം നീ കേൾക്കണം. ശ്രീകാന്ത് വർഷയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ലടാ, അവരിതുവരെ വന്നിട്ടില്ല, നീ എന്താ ചോദിക്കുന്നത്? എല്ലാവരുടെ അടുത്തും ഒരു കാര്യം പറയണ്ട്, അച്ഛനായിരിക്കും അമ്മയായിരിക്കും എന്ന് പറയണേ. അപ്പോഴേക്കും എന്താ വിഷയം എന്ന് രവിയും ചോദിക്കുന്നുണ്ട്. ആടാ, എനിക്കൊരു കാര്യം മനസ്സിലായി. രാവിലെ ഞാൻ പറഞ്ഞതുപോലെ അയണിന്റെ കട ആരംഭിക്കാൻ വേണ്ടി പോവാണോ? ഒരു വണ്ടി ഏർപ്പാട് ചെയ്യട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിന്റെ ആഗ്രഹം പോലൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ലടാ. തുടർന്ന് രവി ചോദിക്കുന്നുണ്ട്, സുധി എന്താ കാര്യം, എന്തിനാ എല്ലാവരും വിളിച്ചേ? അതൊന്നുമില്ല അച്ഛാ, ഇവര് മാത്രമേ ജോലിയുള്ളൂ, ഇവന്റെ ഭാര്യയെ മാത്രമേ ഇവൻ സന്തോഷമായിട്ട് വെക്കുള്ളൂ എന്നുള്ള രീതിയിൽ അന്ന് ഹലുവയൊക്കെ മേടിച്ചിട്ട് എന്നെ കുത്തി കാണിച്ചില്ലേ? പിന്നെ കുത്തി കാണിക്കാൻ വേണ്ടി നീ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങല്ലേ കുത്താൻ? ഞാൻ സമ്പാദിക്കുന്നു, ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടത് മേടിച്ചു കൊടുക്കുന്നു, നിന്നെ കൊണ്ട് അത് പറ്റില്ലായിരുന്നു. സമ്പാദിക്കാനുള്ള ഒരു വഴി പറഞ്ഞു കൊടുത്തപ്പോ അതും കേൾക്കുന്നില്ല. എന്താ അയൺ കട വെക്കാനോ? അതാണോ നീ പറഞ്ഞത്? എനിക്ക് അതിന്റെ ആവശ്യമില്ലടാ. ഈ ക്രാബ് അറിയാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്തെന്ന് ചോദിക്കണേ സച്ചി? ഈ ഞണ്ട് അതെ, കരയിലും ജീവിക്കും വെള്ളത്തിലും ജീവിക്കും. അതിനെ കൊണ്ടുപോയിട്ട് ഒരു തൊട്ടിയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ നിൽക്കില്ല, അത് പുറത്തേക്ക് വരാൻ തന്നെ നോക്കും. എന്താടാ, നീ വല്ല മീൻകട ഓപ്പൺ ആക്കാൻ വേണ്ടി പോവാണോ? നല്ല കാര്യടാ, മീൻകട ഇടാം. സച്ചിയുടെ അടുത്ത് മിണ്ടാതിരിക്കാൻ പറ. ആദ്യം സുധി എന്തൊക്കെയോ പറയാൻ വേണ്ടി വരുന്നു. പിന്നെ അവൻ വലിയ തത്വജ്ഞാനിയല്ലേ, കുറെ പറയുന്നതിന്റെ ഇടയ്ക്ക് ബ്ലോക്കായി പോവാൻ വേണ്ടി. ആരൊക്കെ എന്നൊക്കെ കളിയാക്കിയാലും എൻ്റെ തകതിക്കും എൻ്റെ അഭിമാനത്തിനും കുറവുള്ള രീതിയിൽ ഒന്നും ഞാൻ ചെയ്യില്ല. ഒരു ജോലിക്ക് ഞാൻ പോവില്ല. എൻ്റെ പഠിപ്പിനും അറിവിനും ഞാൻ എവിടെ പോയാലും ജോലി കിട്ടും. അതിനാണെന്നോ നീ പാർക്കിൽ പോയിട്ട് ജോലി തേടിക്കൊണ്ടിരുന്നത്? അയ്യോ, ഇവൻ ഇങ്ങനെ ഇട്ട് ഉരുട്ടാണ്. എടാ സുധി, നീ ജോലി തേടി പോയതല്ലേ, കിട്ടിയോ ഇല്ലയോ? കിട്ടിയെന്ന് പറയണേ. അപ്പോഴേക്കും ചന്ദ്രമതിക്ക് സുധിക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എടാ നിനക്ക് ജോലി കിട്ടിയോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ആ കിട്ടി അമ്മേ. തുടർന്ന് ശ്രുതി അത് ചോദിക്കുമ്പോൾ ആ കിട്ടി ശ്രുതി, കിട്ടി എന്ന് മാത്രമല്ല ആദ്യമായിട്ട് അധ്വാനിച്ച ശമ്പള കാശിൽ ഞാന് നിനക്ക് ഹൽവയും മേടിച്ചോണ്ട് വന്നെന്ന് പറയണേ. അപ്പോഴേക്കും സച്ചി കളിയാക്കുന്ന രീതിയിൽ ചിരിക്കുന്നുണ്ടേ. എന്തിനാണ് ചിരിക്കുന്നത് രവി ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല അച്ഛാ, ഏത് കമ്പനിയിലാണ് അച്ഛാ പോയ ഫസ്റ്റ് ദിവസം തന്നെ സാലറി കയ്യിൽ കൊടുക്കുന്നത്? അതിലെന്തോ കുഴപ്പമുണ്ടല്ലോ അച്ഛാ. ജനക്കോലിക്ക് പോയാൽ മാത്രമേ പോയ ഫസ്റ്റ് ദിവസം തന്നെ കാശ് വരുള്ളൂ. ഓഫീസ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാ ഫസ്റ്റ് ദിവസം തന്നെ സാലറി വരിക? ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ വരൂ. ഇത് കേൾക്കുമ്പോൾ സുധി കുറച്ച് ബബ്ബ അടിക്കുന്നുണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അച്ഛൻ ഞാൻ പോകുന്ന ഓഫീസ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഓഫീസാണ്. MD മാസ അവസാനമല്ല സാലറി കൊടുക്കുക, ഡെയിലിയാണ് കൊടുക്കുന്നത്. അപ്പോഴേ എല്ലാവരും എനർജറ്റിക് ആയിട്ട് ജോലി ചെയ്യുമെന്ന് പറയുള്ളൂ. അപ്പോഴേക്കും ചന്ദ്രമതി അത് വിശ്വസിക്കുകയാണ്. ഞാൻ ചേർന്ന ഉടനെ തന്നെ ശമ്പളം തന്നു വെച്ചാൽ. തുടർന്ന് ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ, എനിക്കറിയാം സുധി, നിന്റെ അറിവിന് നിനക്ക് 1000 ജോലികൾ കിട്ടും. ഇത്രയും നാള് ആരുടെയോ കണ്ണ് വെട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിനക്ക് ജോലി കിട്ടാണ്ടിരുന്നത്. ഇപ്പോഴാണ് നിനക്ക് നല്ല നേരം ആരംഭിച്ച്. കണ്ടില്ലേ ശ്രുതി, ഇപ്പൊ നിന്റെ ഭർത്താവ് ജോലിക്ക് പോകാൻ വേണ്ടി ആരംഭിച്ചു. നിനക്ക് സന്തോഷല്ലേ? ഒരുപാട് സന്തോഷമായി ആന്റി. സുധിയെ താഴ്ത്തി കിട്ടിയവർക്ക് ഇപ്പൊ മനസ്സിലായി കാണും സുധി ആരാണെന്ന്. അങ്ങനെ ഹലുവ കൊടുക്കാണ്ട് ശ്രുതിയുടെ വായിലിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ രവിയുടെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് അയ്യോ, നീ ആഘോഷത്തിന്റെ പേരും പറഞ്ഞിട്ട് അച്ഛന് സ്വീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അച്ഛനെ ഹോസ്പിറ്റലിലാക്കരുതെന്ന് സച്ചി സന്തോഷത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് സ്വീറ്റ് കഴിച്ചെന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. എന്തായാലും സന്തോഷടാ, ഈ ജോലിയെങ്കിലും നീ നിരന്തരമായിട്ട് ചെയ്യണമെന്ന് പറയണേ രവി. ട്രെയിനിന് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ടിക്കറ്റ് എടുക്കണം.
അതുപോലെ തന്നെയാണ് ജോലിയും. ഒരു നല്ല കുടുംബസ്ഥൻ എന്ന് പറയുന്നതിന് ഒരു ജോലി അത്യാവശ്യമാണ്. ഇനിയെങ്കിലും നീ കുറച്ച് ഉത്തരവാദിത്തോടു കൂടി നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവൻ ഉത്തരവാദിത്തോടു കൂടി തന്നെ നടന്നോളും. ഇനി ആരുടെ മുമ്പിലും ശ്രുതി തലകുനിച്ച് നിൽക്കേണ്ടി വരില്ല. അവൻ പടിപടിയായിട്ട് ഉയർന്നു പോകുന്നൊക്കെ പറയണേ ചന്ദ്രമതി. തുടർന്ന് ശ്രുതി കളിയാക്കുന്ന രീതി പറയണ്ടോ, എന്തെങ്കിലും സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കണം, രേവതി സ്വീറ്റ്സ് എടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹലുവ ശ്രുതി നേരെ നീട്ടുവാണ് കേട്ടോ രേവതിക്ക് നേരെ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നീ ആദ്യം ഹലുവ കൊടുത്തതുപോലെ അവക്ക് അന്ന് കല്യാണത്തിന്റെ അന്ന് എല്ലാവർക്കും ഹലവ കൊടുത്തിട്ടല്ലേ നീ പോയത്. അങ്ങനെ ശ്രുതിയും ചമ്മി നാറുന്നുണ്ട്. അത് കഴിഞ്ഞ് രേവതി അങ്ങ് പോവാണ്. ഇപ്പൊ നീ എല്ലാവർക്കും ഹലവ കൊടുത്തില്ലേ, എനിക്ക് തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സച്ചി അതങ്ങ് പിടിച്ചു മേടിക്കുകയാണ്. നല്ല കടയിൽ നല്ലടാ മേടിച്ചെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ തന്നെ ഒന്ന് കഴിച്ചിട്ട് നോക്കട്ടെ എന്നിട്ട് പറയാം. അങ്ങനെ ഹൽവ കഴിച്ചിട്ട് കറക്റ്റ് ഏത് കടയിലാണ് മേടിച്ചെന്ന് സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്രപതി ചോദിക്കുന്നുണ്ട്, അല്ല ഇവന് കുടിക്കുന്ന കടയല്ലേ അറിയുള്ളൂ, സ്വീറ്റ് കടയൊക്കെ അറിയോ എന്നുള്ള കാര്യം. ഞാൻ നാലിടത്ത് പോകുന്നവരാണ്, അതുകൊണ്ട് നാട്ടിൽ ഏതൊക്കെ കട എവിടേക്കുള്ളതെന്നുള്ള കാര്യം എനിക്കറിയാം. എത്രയോ പേരെ ഞാൻ അവിടെ മുമ്പിൽ ഇറക്കി വിട്ടിട്ടുണ്ട്. ഈ കേരളത്തിൽ എവിടേക്കാണ് ഹോട്ടലുള്ളത്, അവിടെ എന്തൊക്കെ കിട്ടും, എന്തൊക്കെയാണെന്ന് കാര്യമൊക്കെ എനിക്കറിയാമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി കണ്ണിങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം ഹോട്ടലിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. സച്ചിനെ അത് കണ്ടുപിടിക്കുമോ എന്നുള്ള ടെൻഷനിലാണ്. നീ വണ്ടി ഓട്ടുന്ന സമയത്ത് എവിടെയൊക്കെ കട ഉണ്ട് എന്നുള്ള കാര്യം മാത്രമേ നിനക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാൽ ശ്രുതി ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ കൊണ്ടാക്കുന്ന ആ കടയൊക്കെ ഇവൻ വിലയ്ക്ക് മേടിക്കും. ഒരു ദിവസം ജോലിക്ക് പോയി, അത്രയല്ലേ ഉള്ളൂ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവൻ മൗണ്ടൈൻ മൊത്തം വിലയ്ക്ക് വാങ്ങുന്ന രീതിയാ. ഈ ജോലി എത്ര നാളത്തേക്കാവോ എന്നുള്ള കാര്യം പറയണം. അപ്പോഴേക്ക് സച്ചിക്ക് ഫോൺ വരുന്നുണ്ട്. അങ്ങനെ ഫോൺ എടുത്തിട്ട് ഞാൻ വരാൻ സാർ എന്നൊക്കെ പറഞ്ഞ് വെക്കുന്നുണ്ട്. ട്രിപ്പ് വന്ന് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് സച്ചി പോവാണേ. അത് കഴിഞ്ഞ് ശ്രുതിയും കൂടി റൂമിലേക്ക് പോകുന്ന സമയത്ത് ശ്രുതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ കല്യാണ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. ആ സച്ചിയുടെയും രേവതിയുടെയും മുമ്പിൽ എന്നെ നല്ല തലപൊക്കി നിൽക്കാൻ വേണ്ടിയിട്ട് നീ അനുവദിച്ചു. ശരി, നീ എന്ത് ജോലിക്കാണ് പോകുന്നത്? ശ്രുതി, നിന്നോടാണ് എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ജോലി കിട്ടിയില്ലേ ശ്രുതി? പിന്നെ എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ എന്ത് ജോലിക്കാണ് പോകണമെന്നുള്ള കാര്യം എനിക്കറിയണ്ടേ ശ്രുതി? ഇത് അത്ര വലിയ ജോലിയൊന്നുമല്ല, പക്ഷേ എൻ്റെ പഠിപ്പിന് പറ്റിയ ജോലി കിട്ടുന്നത് വരെ ഞാൻ ഈ ജോലി ചെയ്യും. നിനക്ക് പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഞാൻ ജോലി തേടിക്കൊണ്ടേയിരിക്കും. അതിലെനിക്ക് ഹാപ്പി തന്നെയാണ്. പക്ഷേ എന്ത് ജോലിയാന്ന് ശ്രുതി? ഞാൻ കാരണം ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് ഞാൻ ജോലിക്ക് ചേർന്നു. സത്യമായിട്ട് ഞാൻ പാർക്കിൽ പോയി ഇരുന്നിട്ടല്ല വരുന്നത്, എന്നെ വിശ്വസിക്ക്. ഞാൻ വിശ്വസിക്കുന്നു ശ്രുതി, പക്ഷെ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് പറയാത്തെ? ഞാൻ മോഷ്ടിച്ചിട്ടില്ല, കള്ളം പറഞ്ഞിട്ടുമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നല്ല ജോലിക്ക് പോകുന്നേ. എനിക്ക് ആ വിശ്വാസമുണ്ട്. എന്തായാലും ശ്രുതി ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, അത് എനിക്ക് മതി. എന്നിട്ട് വീണ്ടും കെട്ടിപ്പിടിച്ചിട്ട് താങ്ക്സ് പറയാണ് കേട്ടോ ശ്രുതി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രവി ഈവനിങ് വാക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് രേവതിയുടെ കടയിൽ ഒരു ചേച്ചി പൂ മേടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ചേച്ചി എത്ര മുളം വേണമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സാധാരണ തരുന്നത് പോലെ മതി എന്ന് പറയണം. അങ്ങനെ 2 മുളം പൂ കൊടുക്കുന്നുണ്ട്. അമ്പലത്തിന്റെ അവിടെ പോകുന്നതിനേക്കാൾ എളുപ്പമാണ് ഇപ്പോൾ ഇവിടെ കടയിലേക്ക് വരാൻ എന്നുള്ള കാര്യം പറയുമ്പോൾ എന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോകാതിരിക്കരുത്. ഒരു ദിവസം ഇവിടെ ഒരു ദിവസം അവിടെയും പോകണം എന്നുള്ള കാര്യം പറയുകയാണേ. അങ്ങനെ പൂ കൊടുത്തിട്ട് പണമൊക്കെ മേടിച്ചതിന് ശേഷമാണ് രേവതിയുടെ കഴുത്തിൽ മഞ്ഞ ചരട് കാണുന്നത് കേട്ടോ. ഇത് ചോദിക്കുന്നത് രവി കേൾക്കുന്നുണ്ട് മാറി നിന്നിട്ട്. അല്ല രേവതി, നിന്റെ താലിച്ചേൻ എവിടെ? എന്താ മഞ്ഞക്കയറ് കെട്ടിയിരിക്കുന്നത്? എന്താ നീ നല്ലിടത്തേക്കാണല്ലോ കല്യാണം കഴിച്ചു വന്നത്. സച്ചിയാണെങ്കിൽ നിന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്, ആ കടവരെ വെച്ച് തന്നിട്ടുണ്ട്. നീ എന്തിനാ രേവതി ഇങ്ങനെ ഒന്നുമില്ലാത്ത പോലെ മഞ്ഞക്കയറ് കെട്ടി നിൽക്കുന്നേ? അതൊന്നുമില്ല ചേച്ചി, വീട്ടിലുണ്ട് ചെയിൻ എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് താലി ചെയിന് കഴുത്തിലിടാതെ വീട്ടിലാണോ വെക്കുന്നത്? എന്താ രേവതി പ്രശ്നം? എന്താ നിന്റെ അമ്മായിമ്മ എങ്ങാനും മേടിച്ചു വെച്ചോ? എന്താ ചേച്ചി അങ്ങനെ ചോദിച്ചു? ഒന്നുമില്ല രേവതി, ഒരു ചേച്ചിയുടെ പേര് പറഞ്ഞിട്ട് അവരുടെ മകളുണ്ടല്ലോ, ആ മകളുടെ അമ്മായിമ്മ ഭയങ്കര കൊടും ക്രൂരതയാണ്. അവളെ എപ്പോഴും ശല്യം ചെയ്തും കൊണ്ടും വെറുപ്പിച്ചും കൊണ്ടുമാണ്. സ്വർണ്ണമൊക്കെ മേടിച്ചിട്ട് ലോക്കറിൽ വെച്ചിരിക്കുകയാണ്. അതുപോലെ എന്തെങ്കിലും നിന്റെ അമ്മായിമ്മ ചെയ്തോ? ചേച്ചി അങ്ങനെയൊന്നുമില്ല ചേച്ചി, എന്റെ അമ്മായിമ്മ അങ്ങനെ മേടിച്ചു വെക്കുന്നവരൊന്നുമല്ല, ഒരുപാട് നല്ലവളാണ്. എന്നോട് സ്നേഹത്തോടു കൂടിയിട്ടാണ് പെരുമാറുന്നതും എന്നെ സ്നേഹത്തോടു കൂടി തന്നെ നോക്കുന്നതും. ഇത് കേൾക്കുമ്പോൾ രവിയുടെ തല ഇങ്ങനെ കുനിയുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, കടയ്ക്കും അമ്മയുടെ പേരാ വെച്ചിരിക്കുന്നത്, എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഓ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ചെയിൻ എവിടെ പോയി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചെയിനിൽ ഒരു കണ്ണി പൊട്ടിയിട്ടുണ്ട് ചേച്ചി, അത് മാറ്റാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഓ അങ്ങനെയാണോ? ശരി, ഞാൻ വിചാരിച്ചു വേറെ എന്തൊക്കെയോ ആണെന്ന്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചതാണ്. നീ തെറ്റായിട്ടൊന്നും എടുക്കരുത് എന്നുള്ള കാര്യം പറയുമ്പോൾ ഇല്ല ചേച്ചി എന്ന് പറയണേ. അങ്ങനെ അവരവിടെ നിന്ന് പോവാണ്. അങ്ങനെ ആ ചേച്ചി പോയി കുറച്ച് നേരം ആവുന്നുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി ചാടിത്തുള്ളി താഴേക്ക് വരുന്നുണ്ട്. നിന്നെ ഞാൻ അവിടെ നിന്ന് എത്ര നേരമായി വിളിച്ചു പോകുന്നു, എന്താ അമ്മ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ടിഫിൻ ഒന്നും ചെയ്യണ്ടേ, നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്? അവർക്കെല്ലാം ഭക്ഷണം കഴിക്കണ്ടേ? ഞാൻ വന്ന് ചെയ്തോളാം എന്നുള്ള കാര്യം രേവതി പറയുന്ന സമയത്ത് നേരം വെളുത്ത് അവൾ ഇവിടെ വന്ന് നിന്നോളും. ഈ കട തുറന്നോട് കൂടിയിട്ട് വീട്ടിലൊരു ജോലിയും നടക്കുന്നില്ല. ആരോടെങ്കിലും കഥ പറഞ്ഞിരുന്നോളൂ. ആദ്യം കട എടുത്തിട്ട് ഇവിടുന്ന് കളയണം. പെട്ടെന്ന് തന്നെ ജോലി നോക്കി വന്നിട്ട് ഇതൊക്കെ ആ ചേച്ചി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്.
അങ്ങനെ അതെല്ലാം നമ്മുടെ രവി കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രവി ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അച്ഛന് കോഫി എന്തെങ്കിലും കൊണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് കൂടെ ചെല്ലുന്ന സമയത്ത് ഒരു ധൃതിയുമില്ല, നീ നിന്റെ പണി കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയാണ്. അങ്ങനെ രവി പോയി കഴിഞ്ഞതിന് ശേഷം ആ ചേച്ചി തിരികെ വരികയാണ് കേട്ടോ. രേവതി ആണെങ്കിൽ സങ്കടപ്പെട്ടത് ഇങ്ങനെ നിൽക്കുവാണ്. എന്താ രേവതി, നീയല്ലേ പറഞ്ഞ നിന്റെ അമ്മായിമ്മ നല്ലവളാണെന്ന്? അപ്പോഴേക്ക് രവി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കട എടുത്ത് കളയുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ പറയുന്നു. അതൊന്നുമില്ല ചേച്ചി, അച്ഛന് മരുന്ന് കൊടുക്കാനുള്ള സമയം ആ ഒരു ധൃതിനെ പുറത്ത് അമ്മ പറഞ്ഞതാണ്. ഞാനൊരുത്തി സമയം പോയത് അറിഞ്ഞില്ല കടയിൽ നിന്നിട്ട്. നീ എന്തൊക്കെയോ പറയുന്നു, എന്തായാലും നീ സുഖമായിട്ടിരുന്നാ മതി, ഞാൻ വരട്ടെ രേവതി എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ രവി ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ചന്ദ്രമതി കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. രവിയാണെന്നുണ്ടെങ്കിൽ പുറകിൽ കൈയും കെട്ടിയിട്ട് ചന്ദ്രമതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്താ നോക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരു പ്രത്യേകതരം ജന്മങ്ങളെ ഇങ്ങനെ നിന്ന് നോക്കണല്ലോ. എന്താ എന്നെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനുഷ്യയെ പോലെ തോന്നുന്നില്ലേ? നീ പറയുന്ന വാക്കുകളുണ്ടല്ലോ മനുഷ്യന്മാർ സംസാരിക്കുന്നത് പോലെയല്ല. നീ എന്ത് വർത്താനം പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നത്? ഞാൻ എന്താ ചെയ്തേ? പുറത്ത് പോയിട്ട് രേവതിയുടെ അടുത്ത് നീ അത്രയും ഒച്ചെടുത്ത് സംസാരിക്കേണ്ട കാര്യം എന്താ? പിന്നെ ഒച്ചത്തിൽ സംസാരിക്കാതെ രാവിലെ എണീറ്റ് കഴിഞ്ഞാല് അവിടെ പോയി പതുങ്ങി നിൽക്കണം. ഇവിടെ എല്ലാവർക്കും വിശക്കില്ലേ? അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ? എല്ലാ ജോലിയും എന്താ രേവതി തന്നെ ചെയ്യണോ? മറ്റു 2 മരുമക്കളില്ലേ, അവരുടെ അടുത്ത് ചെയ്യാൻ പറ. ഇല്ലെങ്കിൽ നിനക്കെന്താ അസുഖം വന്നത്? നിനക്ക് ചെയ്തൂടെ? എപ്പം നോക്കിയാലും രേവതി ഓരോന്ന് പറഞ്ഞിട്ട് നീ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിനക്കാണ് അവളോട് സ്നേഹം ഇല്ലാത്തത്. എന്നാൽ രേവതി ഇപ്പോഴും നിന്റെ മര്യാദ കാത്തു. എന്ത് മര്യാദ? പുറത്ത് കട വെച്ചിട്ട് എന്നെ അപമാനപ്പെടുത്തുന്നതാണോ നിങ്ങൾക്ക് മര്യാദയായിട്ട് തോന്നുന്നേ? പുറത്ത് പൂ മേടിക്കാൻ വന്നിരിക്കുന്ന പെണ്ണുങ്ങൾ വരെ ചോദിക്കുന്നു രേവതിയുടെ അടുത്ത്, എന്തിനാ മഞ്ഞക്കയറ് കെട്ടിക്കൊണ്ട് നടക്കുന്നത്? നിന്റെ അമ്മായിമ്മ മേടിച്ചു വെച്ചോ എന്ന്. അവളപ്പത്തേക്ക് ഏഷനെ കൂട്ടി കൊടുത്തിട്ടുണ്ടാവല്ലോ, എന്റെ അമ്മായിമ്മ ഭയങ്കര ക്രൂരയാണെന്നും പറഞ്ഞിട്ട് എല്ലാം മേടിച്ചു വെച്ചു എന്നുള്ള കാര്യം. നിനക്ക് ഇത്രയല്ലേ ബുദ്ധിയുള്ളൂ? നിന്റെ ബുദ്ധിയിൽ ഇതേ വരുള്ളൂ. രേവതി ഒരിക്കലും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് സംസാരിപ്പിക്കുന്നവളല്ല, കുടുംബത്തെ വിട്ടുകൊടുക്കത്തുമില്ല. എന്റെ അമ്മായിമ്മ നല്ലവളാണ് എന്നും എന്നെ പൊന്നുപോലെ നോക്കുന്നു പറഞ്ഞു. ഇപ്പോഴെങ്കിലും നീ അവളെക്കുറിച്ച് മനസ്സിലാക്കിക്കോ. നിങ്ങൾക്കാണ് അവളെക്കുറിച്ച് അറിയാത്തെ. അവള് പൂ കോർത്ത് കെട്ടുന്നത് പോലെ വാർത്തയും കോർത്ത് കെട്ടു. അവക്കാണോ സംസാരിക്കാൻ അറിയാത്തത്? നിങ്ങൾ വരുന്നത് കണ്ടിട്ട് അവൾ അങ്ങനെ പറഞ്ഞതായിരിക്കും. ഞാൻ കണ്ടത് ആ പെൺകുട്ടി കണ്ടിട്ട് പോലുമില്ല. നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നതാണ്. അവള് അമ്പലത്തിന് മുമ്പിൽ ദിവസം നിന്നിട്ട് പൂ കെട്ടുന്നവളാണ്. പൂ കെട്ടുന്നത് കൈകൊണ്ടാണെന്നുണ്ടെങ്കിലും അവളെ കണ്ണ് ചുറ്റിനും ഉണ്ടാകും. എവിടുന്ന് ആരൊക്കെയാ വരുന്നത് പോകുന്നത് എന്നുള്ള കാര്യം നന്നായിട്ട് നോക്കിയിട്ടാവും നിൽക്കുന്നത്. നിങ്ങൾ വരുന്നത് കണ്ടിട്ട് നിങ്ങളുടെ അടുത്ത് നല്ല പേര് കിട്ടാൻ വേണ്ടിയിട്ട് അവൾ അങ്ങനെ പറഞ്ഞു. നിങ്ങൾക്കാണ് അത് മനസ്സിലാവാത്തത്. നീ കൂടുതൽ സംസാരിക്കാതെ പോയിട്ട് സിനിമയിൽ കഥ എഴുതാൻ നോക്ക്. നന്നായിട്ട് കഥ പറയുന്നുണ്ട്. ആദ്യം മനുഷ്യരെ വിശ്വസിക്ക്. രേവതി പാവം പുറത്തുള്ള ആൾക്കാർ എന്തിനാണ് മഞ്ഞക്കയറ് കെട്ടുന്നതെന്നുള്ള കാര്യം ചോദിക്കാൻ തുടങ്ങി. ഇത് നമ്മുടെ കുടുംബത്തിനാണ് നാണക്കേട്. ആദ്യം അവളുടെ അടുത്ത് മേടിച്ചിരിക്കുന്ന സ്വർണ്ണങ്ങളെല്ലാം അവൾക്ക് തിരിച്ചു കൊടുക്ക്. അപ്പോഴേക്കും രേവതി ഇതിങ്ങനെ കേട്ട് വരുന്നുണ്ട്. എന്തോ അവളടുത്ത് പിടിച്ചു പറിച്ചിട്ട് ഞാൻ സ്വർണ്ണമൊക്കെ മേടിച്ചു വെച്ച പോലെ നിങ്ങൾ സംസാരിക്കുന്നു. അവളല്ലേ ദേഷ്യപ്പെട്ട് എല്ലാം കൊണ്ട് തന്നത്? ചോദിച്ചു കഴിഞ്ഞാല് അവളുടെ ഭർത്താവ് മേടിച്ചു കൊടുക്കുന്ന വലിയ വീമ്പത്തിൽ പറഞ്ഞു. ഇപ്പൊ പഴി എന്റെ മേൽ വന്ന് നിൽക്കുന്നു. ഇപ്പൊ നിന്നാരാ പഴി പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ മേടിച്ചു വെച്ചു എന്ന്. ഇതുപോലെ എനിക്ക് ചീത്തപ്പേര് വരണമെന്ന് വിചാരിച്ചിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വരുന്നവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും മിണ്ടാതിരിയടി. എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സത്യമാണ് പറഞ്ഞത്. ഇത് നോക്കൂ, ശ്രുതിയും അതുപോലെ വർഷയൊക്കെ വലിയ വീട്ടിലെ പെൺകുട്ടികളാണ്. അവരൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ എതിർത്ത് ഇവളെ പോലെയാണോ സംസാരിക്കുന്നത്? ഇല്ലെങ്കിൽ എന്റെ സംസാരത്തിന് മേലെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അവരിതുവരെ? ഇല്ലെങ്കിൽ വാതിക്കൽ പൂക്കട വെച്ചിട്ട് ഇതുപോലെ എന്നെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടോ? ശ്രുതി നല്ല റിച്ച് ആയിട്ട് ഒരു പാർലർ വെച്ചിട്ടുണ്ട്. വർഷയെ കുറിച്ച് പറയും വേണ്ട, വലിയ വീട്ടിലെ പെണ്ണ്. ഇവള് ചെറിയൊരു പൂക്കട വെച്ചു. അപ്പോഴേക്കും രേവതി ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് കയറി വരുന്നുണ്ട്. ചിലരൊക്കെ ഭക്ഷണം കഴിക്കാൻ വഴിയുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഈ വെടുവായത്രം പറയുന്നതിനൊന്നും കുറച്ചിലില്ല എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ മുഖത്തേക്കാണ് നോക്കുന്നത്. രേവതിയെ കാണുമ്പോഴേക്കും നിർത്തുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതിയുടെ സംസാരം നിൽക്കുന്ന സമയത്ത് നമ്മുടെ രവി പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ രേവതി ഉണ്ട്. നീ അനാവശ്യ കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. ആ പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് മേടിച്ച കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എനിക്ക് വേണ്ട അച്ഛാ, എനിക്ക് ആരുടെയും സ്വർണം വേണ്ട, എന്റെ ഭർത്താവ് എനിക്ക് മേടിച്ചു തരും. നോക്ക് രേവതി, നമ്മുടെ വീടിന്റെ മുമ്പിലാണ് നീ പൂക്കട വെച്ചിരിക്കുന്നത്. 1000 പേര് വരും പോകും. ആ സമയത്ത് ആൾക്കാർ ഓരോ കഥകൾ കെട്ടുകയും ചെയ്യും. അവർ 1000 കഥകൾ പറഞ്ഞോട്ടെ അച്ഛാ, എനിക്ക് അതിനെ കുറിച്ചൊന്നും ഓർത്ത ഒരു സങ്കടവും. ഞങ്ങൾ പൂ കെട്ടുന്നവരാണ്. അമ്മയുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തവര്. അപ്പോഴേക്ക് സച്ചിയും പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ അഭിമാനം എന്ന് പറയുന്നത് കാശുള്ളവരുടെ അടുത്ത് മാത്രം ഉള്ളതല്ല. മനുഷ്യരായിട്ട് പറഞ്ഞ എല്ലാവർക്കും തന്മാനവും സ്വയമര്യാദയും ഉണ്ട്. അത് ആർക്കും ഉണ്ടാവണോ ഉണ്ടാവരുത് എന്നുള്ള കാര്യം മറ്റുള്ളവരല്ല തീരുമാനിക്കേണ്ടത്. അവള് ചുറ്റി വളച്ചിട്ട് എന്നെ കുറിച്ചാണ് പറയുന്നതെന്ന് ചന്ദ്രമതി പറയുമ്പോൾ, ഇല്ലല്ലോ, അവൾ നേരെ തന്നെയാണല്ലോ നിങ്ങളെ കുറിച്ച് പറഞ്ഞത്. അതുകൂടി നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് ചോദിക്കേണ്ടേ സച്ചി. താലി സീനെങ്കിലും മേടിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് രവി വീണ്ടും പറയുന്ന സമയത്ത് രേവതി വേണ്ട, എനിക്ക് സച്ചേട്ടൻ മേടിച്ചു തരും. എന്റെ സച്ചേട്ടൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് തന്നെ മേടിച്ചു തരാൻ വേണ്ടി പറ്റുമെന്ന് പറയുകയാണെ. അങ്ങനെ ചന്ദ്രമതിയെ വെല്ലുവിളിക്കാണ് കേട്ടോ നമ്മുടെ രേവതി. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ചന്ദ്രമതിയെ വെല്ലുവിളിച്ചതുപോലെ തന്നെ സച്ചി അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയും തിരിച്ചു നല്ല കണക്കിന് നമ്മുടെ രേവതി കൊടുക്കുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെ വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്